നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിൽ ഉടനീളം ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ പരിഹരിക്കാൻ ഉതകുന്ന തിരുവചനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന ഞങ്ങളിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ ഓരോരുത്തരെയും പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ വിവിധങ്ങളായ സമയങ്ങളിൽ ഓൺലൈനിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവമക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കള്, പീഡകളിലൂടെ കടന്നു പോകുന്ന മക്കള്, വിധങ്ങളായ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ എല്ലാവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ആ മക്കളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ ദൈവമക്കളുടെയും നിയോഗങ്ങൾ, അവരുടെ കുടുംബങ്ങള്, സ്ഥാപനങ്ങള്, അവരായിരിക്കുന്ന ഇടങ്ങള്, പ്രത്യേകമായി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിവിധ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാക്കി എല്ലാ ദുരിതങ്ങളെയും ഈശോയെ മാറ്റണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ദൈവസ്നേഹത്തോടെ ശക്തമായി സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. മഹത്വം, മഹത്വം. ഈശോയെ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ, പ്രത്യക്ഷീകരണ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവ് പ്രാർത്ഥിച്ചപ്പോ സിഹിയോൻ മാളികയിൽ നിന്റെ ശക്തി അയച്ചതുപോലെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും അത്യുന്നതന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പന്തക്കുസ്ത അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഞങ്ങളെ ആരാധിക്കുന്ന സ്തുതികളെ കർത്താവേ, രണ്ട് കരങ്ങളും ഉയർത്തി ഈശോയെ സ്തുതികളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയെ എല്ലാം മറന്നങ്ങയെ ആരാധിക്കുന്ന സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനാൽ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനാൽ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനാൽ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിച്ച എല്ലാ സംരക്ഷണത്തിനും, ലഭിച്ച സൗഖ്യത്തിന്, ജീവിതത്തിൽ ലഭിച്ച സന്തോഷത്തിന്, ബന്ധങ്ങൾക്ക് ലഭിച്ച ഉറപ്പിന് ഈശോയെ സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, ആരാധന ആരാധന മഹത്വം സ്തുതി സ്തുതി ആരാധന. ഈശ്വരനെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന മഹത്വം കർത്താവേ, ആരാധന മഹത്വം കർത്താവേ. വിശ്വനാഥ, രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ, കുടുംബത്തിന് സമാധാനം നൽകണമേ, വിദേശത്ത് പോകുവാനുള്ള തടസ്സങ്ങൾ മാറ്റിത്തരണമേ. ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് ഉടനടി പരിഹാരം നൽകി ജീവിതങ്ങളെ എവിടുന്ന് സുരക്ഷിതമായി നയിക്കണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. വി പി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. ഈ ആരാധനയുടെ സന്ദേശത്തിന് സഹായിക്കണമേ. അച്ഛനെ ശക്തിപ്പെടുത്തി അവിടുത്തെ ദൈവികമായ വെളിപാടുകളെ കൈമാറണമേ. രോഗങ്ങൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യണമേ. പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രദാനം ചെയ്യണമേ. ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. ഈശോയെ അവിടുന്ന് സ്പർശിക്കണമേ. ഈശോയെ ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന, മഹത്വം, സ്തുതി കർത്താവേ. ആരാധന, മഹത്വം, സ്തുതി, ആരാധന. യേശുവിനെ കേൾക്കണം, എനിക്ക് യേശുവിനെ കേൾക്കണം. തീവ്രമായ ആശിച്ചു ഞാൻ, എനിക്ക് യേശുവിനെ കേൾക്കണം. സ്നേഹപിതാവേ, കാതുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കാതുകൾ തുറന്നു തരണേ. യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. തീവ്രമായ ആശിച്ചു ഞാൻ, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. തീവ്രമായ ആശിച്ചു ഞാൻ, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. സ്നേഹപിതാവേ, തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, ഹൃദയം തുറന്നു തരണേ. സ്നേഹപിതാവേ, ഹൃദയം തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, ഹൃദയം തുറന്നു തരണേ. എനിക്ക് യേശുവിനെ ആസ്വദിക്കണം, എനിക്ക് യേശുവിനെ ആസ്വദിക്കണം. രണ്ട് കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇടത്ത് വലത് നമ്മുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ വചനങ്ങൾ കർത്താവ് പറഞ്ഞതിന് ശേഷമാണ് എപ്പോഴും രോഗികളെ കർത്താവ് സുഖപ്പെടുത്തി. ബൈബിൾ നോക്കിയാൽ മനസ്സിലാകും, എപ്പോഴെല്ലാം കർത്താവിൻ്റെ വചന പ്രഘോഷണം കഴിയുമ്പോഴാണ് കർത്താവ് രോഗികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചന പ്രഘോഷണം രോഗസൗഖ്യ പ്രാർത്ഥന ഒരുമിച്ച് പോകാൻ കാരണം. അത് നമ്മളാരും ഉണ്ടാക്കിയെടുത്തതല്ലത്, ബൈബിളിൽ അങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വചനത്തെ വിശ്വസിക്കുന്ന എല്ലാവരെയും കർത്താവ് സുഖപ്പെടുത്തും. അതിന് പ്രത്യേകിച്ച് ഒരു പരിഗണനയുമില്ല. ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത് അവരെല്ലാം കർത്താവ് വിശ്വസിക്കും. ഒന്ന് ആദ്യം തന്നെ നമ്മുടെ വിശ്വാസം നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കേ, ഒന്ന് ചൊല്ലിക്കൊടുത്തേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൈകൾ വീശി ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു. തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നു. തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയത് ചെയ്തോ നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകിയത് നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് രോഗികളെ സുഖമാക്കുന്ന സമയമാണിത്. നിങ്ങൾ സ്തുതിച്ചോണ്ടിരുന്നാൽ മാത്രം മതി. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവിൻ്റെ തിരുമുറിവാടുന്ന വലതുകരം, അണിപ്പെടുതാറുന്ന അത്ഭുതകരം, ഉച്ചമുതൽ ഉള്ളംകാൽ വരെ കർത്താവേ ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ, എപ്പോൾ പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥന അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തിയാൽ അവർക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ ഓരോ കോശങ്ങളിലും പെസുകളിലും ഞരമ്പുകളിലും ഉച്ചമുതൽ ഉള്ളംകാലം വരെ നിറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവദുരിതങ്ങൾ, ജീവ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട
ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ, തൈറോയിഡിന്റെ അസുഖങ്ങളുടെ സമയത്ത് പ്രാർത്ഥിക്കും. ജനങ്ങൾ മാത്രം ശ്രദ്ധിക്കട്ടെ, ജനങ്ങൾ മാത്രം ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അണിപ്രതാടുന്ന അത്ഭുതകരം കർത്താവേ, തൈറോയിഡ് രോഗികളെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. കരൾ രോഗികളെ, ഹൃദയാഘാതമുള്ളവരെ, ഹൃദയത്തിൻ്റെ ബ്ലോക്കുകളുള്ളവരെ, സ്പോണ്ടിലോസിൻ്റെ അസുഖങ്ങളുള്ളവർ, സ്പൈനിൻ്റെ അസുഖമുള്ളവരെ കർത്താവിനെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവ് എല്ലാ കോശങ്ങളും, പേശികളെ, ഞാടിഞ്ഞരമ്പുകളെ, സിസ്റ്റുള്ളവരെ കർത്താവ്, ത്വക്ക് രോഗികളെ, വിശപ്പ് രോഗികളെ, സോറിയാസിസ് രോഗികളെ, യേശുവിൻ്റെ നാമത്തിൽ നീർക്കെട്ടലുള്ളവരെ കർത്താവിൻ്റെ നാമം സൗഖ്യപ്പെടട്ടെ. ഗർഭാശയ രോഗികളെ, ആമാശയ രോഗികളെ, മക്കളില്ലാത്തവരെ കർത്താവ്, മുഴകളുള്ള ശരീരത്തിൽ മുഴകളുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി വളഞ്ഞവരെ യേശുവിൻ്റെ നാമത്തിൽ 39 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ മാരക രോഗങ്ങള് തീരവേദികള് ഈ നിമിഷം അമ്മമാർ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ ജ്വലിച്ചു നിൽക്കുന്ന ദൈവത്തിന് മഹത്വമാകുന്ന പരിശുദ്ധ കൃപാനയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. കർത്താവിന് ശക്തി കൊടുക്കട്ടെ. കർത്താവിന് അസ്ഥിക്കുഴകള്, നാടിഞ്ഞരമ്പുകള്, ശ്വാസകോശങ്ങള്, ലിഗമെന്റ് പൊട്ടിയ അവസ്ഥകള്, അകപ്പെട്ട റാടുകള് എല്ലാം കർത്താവേ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. സമാധാനം ഇല്ലാത്തവര്, ഡിപ്രഷൻ രോഗികള്, ആത്മഹത്യ കുറിച്ച് ചിന്തിക്കുന്നവര്, അതിലെല്ലാം പരാജയ ഭീതിയുള്ളവര് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം. സുഖമായി എൻ്റെ ഉള്ളം സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ട് അത് പലപ്പോഴും പരാജയപ്പെട്ടു പോയവരെ, ടെസ്റ്റിൽ തോറ്റുപോയവരെ, ഇൻ്റർവ്യൂ തോറ്റുപോയവരെ, പലതും കഴിഞ്ഞതിന് ശേഷം വിജയകരമായി തീർന്നിട്ടെങ്കിലും ജോലിക്ക് വേണ്ടിയുള്ള ലെറ്റർ കിട്ടാത്തവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, വിദ്യാഭ്യാസ രേഖകൾ വിത്തുകളുടെയായി പോയവരെ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരെ, അത് നൽകപ്പെടാത്ത അവസ്ഥകളെ, ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരെ, മക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ, എല്ലാ മേഖല ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേദനിച്ച് പ്രാർത്ഥിക്കുന്നുവോ, കേസുള്ളവരെ, പോലീസ് കേസുകൾ, കോടതി കേസുകൾ, വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകൾ, ജപ്തി നടപടികൾ, യാത്രാ തടസ്സങ്ങൾ, യാത്രാ ക്ലേശങ്ങൾ, യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ 39 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സ്തുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ, വരേണമേ സൗഖ്യം നൽകണമേ.
നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കേട്ടോ. അച്ഛൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ ഈശോ ദിവ്യകുർബാന എഴുന്നള്ളി നിൽക്കുന്ന ദൈവികമായ ആരാധന നിമിഷങ്ങളിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകും. ഓൺലൈനിലുള്ളവരും അതേ ഫീൽഡിലാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അഭ്യർത്ഥിക്കുന്ന. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുരിത സാഹചര്യങ്ങളെയും ദൈവ മഹത്വ രൂപാന്തരീകരണമാക്കി മാറ്റണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാനായിലെ ആദ്യ അത്ഭുതത്തിൽ ദൈവമാതാവ് മധ്യസ്ഥം വഹിച്ച് ദൈവമഹത്വം വെളിപ്പെടുത്താനുള്ള ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിത വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് യേശുനാമ മഹത്വത്തിനായി അവയും പുതുവീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,